ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു തട്ടുകട ദോശ ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണിത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ, അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഇഡലി ദോശയ്ക്ക് എടുക്കുന്ന റൈസ് ഇതിനൊരു 2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 200 ഗ്രാം വരുവാരി. അതിന്റെ അകത്ത് ഞാൻ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് ഒരു 5-6 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചേക്കുക. അതിനായിട്ടൊരു 1/2 കപ്പ് ചോറ്. ഇതിപ്പം 2 കപ്പ്, ഇതിന്റെ 2 കപ്പ് റൈസ് ആണെങ്കിൽ ഞാനൊരു 3/4 കപ്പോളം തേങ്ങ എടുത്തു. 3/4 അല്ലെങ്കിൽ 1 കപ്പോളം തേങ്ങ എടുത്തു. ഒരു സവാള. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയില് ദോശക്കൊക്കെ അരയ്ക്കുന്നത് പോലെ നന്നായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും അരി, ചോറ്, തേങ്ങ, ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പോവാം. ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതാ ഇതിന്റെ കൺസിസ്റ്റൻസി. ഞാൻ ഇതിനെ കൂടെ ഒരു നീർദോശ ഇട്ട് അത്രയും വെള്ളം പോലെ വേണ്ട. നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ ജ്യൂസ്. ഈ കൺസിസ്റ്റൻസി ഇപ്പൊ ഉണ്ടാക്കുന്നതും ആ നീർദോശ പോലെ. ഇതിപ്പോ നമ്മുടെ ദോശയുടെ കൂട്ടൊന്നും വെച്ചേക്കും വേണ്ട. ഇപ്പൊ ഉടനെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്കിത് ഒരു ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ച് നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. അത് സ്വല്പം ഓയിൽ ഒഴിച്ചിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് കാണാം ഒന്ന് സ്പ്രെഡ് ആക്കുക. ഇച്ചിരി മാവ് ഒഴിക്കുക, 2 തവി. നമ്മൾ നീർദോശയ്ക്ക് ചെയ്തതുപോലെ ചേർന്ന് സ്പ്രെഡ് ആക്കുക. പരുവം ഇപ്പം നമ്മുടെ ഇഡലി ദോശയുടെ പരുവം അല്ല ഇത്. അതിനേക്കായി കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണം, എന്നാലേ ഇങ്ങനെ സ്പ്രെഡ് ആവത്തുള്ളൂ. ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം 2 മിനിറ്റ്. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ നീർദോശയ്ക്ക് തിരിച്ചിടത്തില്ല, ഇത് നമ്മൾ തിരിച്ചിടും. നമ്മൾ മാവ് ഒഴിച്ചു കഴിഞ്ഞ് നീർദോശയുടെ കൂട്ടി ഇതിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ചേക്കണം. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊരു പ്ലേറ്റിലോട്ടങ്ങ് എടുക്കാം. ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് മാവിന്റെ കൺസിസ്റ്റൻസി താണ്ട ഈ പരുവ. സ്റ്റാർട്ടിങ്ങിൽ തീ കൂട്ടി വെക്കുക. ഒരു തവി, ഒരു 1/2 തവിയും കൂടെ. ഈ പോളുള്ളിടത്ത് ഇച്ചിരി മാവ് ഒഴിച്ചു കൊടുത്താൽ. ഇനി തീ കുറയ്ക്കുക. അടച്ചു വയ്ക്കുക. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് തിരിച്ചിടാം. ഇത് എടുക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ തട്ടുകട ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എന്തിനു വേണമെങ്കിലും കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ടൊമാറ്റോ ചട്നി ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ഏത് ചട്നി ഇതിൻ്റെ കൂടെ നല്ലതാണ്. ഈ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ഞാൻ
ഇട്ടിട്ടുണ്ട്. വേണ്ടിയവർക്ക് അത് നോക്കാം. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു പുതിയ വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.